ട്വിറ്ററിന്റെ സഹസ്ഥാപകനും US ടെക് കമ്പനിയായ ബ്ലോക്കിന്റെ സിഇഒയുമായ ജാക്ക് ഡോർസി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പുതിയൊരു ടെക് വിസ്മയം അവതരിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. ബിറ്റ്ചാറ്റ് എന്ന പേരിൽ ഇന്റർനെറ്റോ മൊബൈൽ നെറ്റ്വർക്കോ ആവശ്യമില്ലാതെ പ്രവർത്തിക്കുന്ന മെസ്സേജിംഗ് ആപ്പാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് പുതിയ സംഭാവന. ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്കിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ആപ്പ് സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന വിപ്ലവകരമായ ആശയമാണെന്നാണ് അവകാശവാദം. എന്താണ് ബിറ്റ്ചാറ്റ്? എങ്ങനെയാണ് അത് പ്രവർത്തിക്കുക? ടെക് ലോകത്ത് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ആപ്പിന്റെ ഫീച്ചറുകൾ വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഒരു വീക്കെൻഡ് പ്രോജക്റ്റ് എന്ന് ജാക്ക് ഡോർസി വിശേഷിപ്പിച്ച ബിറ്റ്ചാറ്റ് ഇന്റർനെറ്റ് കണക്ഷനോ സെൻട്രലൈസ്ഡ് സെർവറുകളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പിയർ ടു പിയർ മെസ്സേജിംഗ് ആപ്പാണ്. ബ്ലൂടൂത്ത് ലോ എനർജി അഥവാ BLE എന്ന പേരിൽ അറിയപ്പെടുന്ന മെഷ് നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ച് അടുത്തുള്ള ഡിവൈസുകൾ തമ്മിൽ നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള സങ്കേതമാണ് ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലോ സർക്കാരുകൾ ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്ത സാഹചര്യങ്ങളിലോ ദുരന്ത മേഖലകളിലോ ഈ ആപ്പ് ഉപയോഗപ്രദമാകുമെന്നാണ് വാഗ്ദാനം. 2019 ഹോങ്കോങ് പ്രക്ഷോഭങ്ങളിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന സമാനമായ ബ്ലൂടൂത്ത് ആപ്പുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ആപ്പ് വികസിപ്പിച്ചതെന്ന് ഡോർസി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെന്നതാണ് ആപ്പിന്റെ പ്രധാന സവിശേഷതയായി എടുത്തു പറയുന്നത്. ഫോൺ നമ്പറോ ഇമെയിൽ ഐഡിയോ ഒന്നുമില്ലാതെ, ഒരു അക്കൗണ്ട് പോലും ആവശ്യമില്ലാതെ ബിറ്റ്ചാറ്റ് ഉപയോഗിക്കാം. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഉറപ്പാക്കുന്ന ഈ ആപ്പിൽ സന്ദേശങ്ങൾ ഉപയോക്താവിന്റെ ഉപകരണത്തിൽ മാത്രമാണ് സംഭരിക്കപ്പെടുന്നത്. 12 മണിക്കൂറിന് ശേഷം മെസ്സേജുകൾ സ്വയം മറഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ ഫേവറേറ്റ് എന്ന് അടയാളപ്പെടുത്തിയ മെസ്സേജുകൾ ശാശ്വതമായി സൂക്ഷിക്കാനുള്ള ഫീച്ചറും ആപ്പിലുണ്ട്. ഇനി എങ്ങനെയാണ് ബിറ്റ്ചാറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്കും അവിടെ നിന്ന് മറ്റൊന്നിലേക്കും നെറ്റ്വർക്ക് പോലെ സന്ദേശങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ടെക്നോളജിയാണ് ബിറ്റ്ചാറ്റ് ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്കിംഗ്. മെഷ് ചാറ്റ് ഹോപ്പിംഗ് എന്ന പേരിലും ഈ ടെക്നോളജി അറിയപ്പെടും. അതായത് ഒരു ഡിവൈസിന്റെ ബ്ലൂടൂത്ത് റേഞ്ചിനുള്ളിൽ അഥവാ 300 മീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു ഡിവൈസിലേക്ക് ആദ്യം ഒരു സന്ദേശം അയക്കുന്നു. അവിടെ നിന്ന് അടുത്ത ഉപകരണത്തിലേക്ക് ഇതേ വിവരം കൈമാറും. ഈ രീതിയിൽ സന്ദേശങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ഹോപ്പിംഗ് തുടരുകയാണ് ചെയ്യുന്നത്. ചില ഡിവൈസുകൾ പാലമായി വർത്തിക്കുന്നത് പോലെ ബ്രിഡ്ജസ് ആയി പ്രവർത്തിക്കുകയും വിവിധ ഗ്രൂപ്പുകളെ ബന്ധിപ്പിച്ച് റേഞ്ച് കൂട്ടുകയും ചെയ്യും. ഈ സാങ്കേതിക വിദ്യയാണ് ബിറ്റ്ചാറ്റിന്റെ അടിസ്ഥാനം. സോഷ്യൽ മീഡിയ ആപ്പുകളെ പോലെ ഉപയോഗിച്ച് ഉപയോക്താക്കളെ ടാഗ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റുകൾക്കായി റൂമുകൾ സൃഷ്ടിക്കാനുള്ള ഫീച്ചറുകളും ബിറ്റ്ചാറ്റിലുണ്ട്. പാസ്വേഡ് ഉപയോഗിച്ച് ഈ റൂമുകൾ സുരക്ഷിതമാക്കാനും കഴിയും. സ്വന്തം കമ്പനിയായ ബ്ലോക്കിന്റെ AI കോഡിംഗ് ടൂളായ ഗൂസ് ഉപയോഗിച്ചാണ് ജാക്ക് ഡോർസി ബിറ്റ്ചാറ്റ് വികസിപ്പിച്ചതെന്നാണ് വിവരം. വെറുമൊരു വീക്കെൻഡ് കൊണ്ടാണ് ആപ്പിന്റെ പ്രാഥമിക ഫോർമാറ്റ് ഡിസൈൻ ചെയ്തതെന്ന കൗതുകവുമുണ്ട്. അതേസമയം ഈ വെബ് കോഡിംഗ് ഫോർമാറ്റ് വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ഗവേഷകരായ അലക്സ് റാഡോസിയെ പോലെയുള്ളവർ ആപ്പിന്റെ കോഡിൽ ഗുരുതരമായ സുരക്ഷാ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. യൂസർ തിരിച്ചറിയൽ അഥവാ ഐഡന്റിഫൈ വെരിഫിക്കേഷൻ സംവിധാനത്തിലെ പോരായ്മകളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിലൂടെ നമ്മുടെ പരിചയത്തിലുള്ള ആളായി വേഷം മാറി സ്വകാര്യ ചാറ്റുകളിലേക്ക് പ്രവേശനം നേടാനും തട്ടിപ്പുകൾ നടത്താനുമുള്ള അവസരം ഒരുങ്ങുമെന്നാണ് റാഡോസിയ പറയുന്നത്. നിലവിൽ ആപ്പിളിന്റെ ബീറ്റ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമായ ടെസ്റ്റ് ഫ്ലൈറ്റിൽ പരീക്ഷണ ഘട്ടത്തിലാണ് ബിറ്റ്ചാറ്റ്. ഡോർസി എക്സിൽ ടെസ്റ്റ് ഫ്ലൈറ്റ് ലിങ്ക് പങ്കുവച്ചതിന് പിന്നാലെ 10,000-ഓളം യൂസർമാർ ബീറ്റ പ്ലാറ്റ്ഫോം വഴി ആപ്പ് ആക്സസ് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ബിറ്റ്ചാറ്റിന്റെ ആൻഡ്രോയിഡ് പതിപ്പ് പണിപ്പുരയിലാണ്. ഉടൻ തന്നെ പുറത്തിറക്കുമെന്നാണ് ഡോർസി അറിയിച്ചിരിക്കുന്നത്. ഭാവിയിൽ വൈഫൈ ഡയറക്റ്റ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആപ്പിന്റെ റേഞ്ചും വേഗതയും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും അദ്ദേഹം ആലോചിക്കുന്നുണ്ട്.